ഹലോ പീപ്പിൾ, ദിബിൻ ഷോർട്ട് മൂവി റിവ്യൂയിലേക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. റിവ്യൂയിലേക്ക് പോകാം. 2024 ജനുവരി 25-ന് എസ് ജയകുമാർ സംവിധാനം ചെയ്ത് തിയേറ്റർ വഴി പുറത്തിറങ്ങിയ ഒരു സ്പോർട്സ് ഡ്രാമ ചിത്രമായിരുന്നു ബ്ലൂ സ്റ്റാർ. സിനിമ കണ്ട എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. സിനിമ എനിക്ക് ഗംഭീരമായിട്ട് ഇഷ്ടപ്പെട്ടു. സിനിമയ്ക്ക് ഏകദേശം റണ്ണിങ് ടൈമായിട്ട് കണക്കാക്കപ്പെടുന്നത് 2 മണിക്കൂറും 46 മിനിറ്റാണ്. ഏകദേശം 2.25 മണിക്കൂർ സിനിമയുണ്ട്. പക്ഷേ ഒരു എഴച്ചിൽ പോലും ഈ സിനിമയില്ല. കിട്ടിയില്ലായിട്ട് നല്ല സ്ക്രീൻ പ്ലേ, നല്ല കണ്ടൻറ്റ്, എല്ലാം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. മെയിൻ പ്ലോട്ടെന്ന് പറയുന്നത് ക്രിക്കറ്റ് കൾച്ചറിനെ കുറിച്ചാണ് ഈ സിനിമ സംസാരിക്കുന്നത്. അതുമാത്രമല്ല, ഒരു യൂണിറ്റി എങ്ങനെ ഉണ്ടാക്കിയെടുക്കണമെന്നും ഈ സിനിമ നമുക്ക് നല്ലൊരു മെസ്സേജ് തരുന്നുണ്ട്. കാരണം വെച്ചാൽ തമിഴ്നാട്ടിൽ എന്ന് പറയുന്ന സ്റ്റേറ്റിൽ ഒരു അമ്പലം ഉണ്ടായിരുന്നു. ആ അമ്പലത്തിലെ അണ്ടറിൽ ഒരു ഗ്രൗണ്ടും ഉണ്ടായിരുന്നു. അവിടെ കുറേ വർഷങ്ങളായിട്ട് ക്രിക്കറ്റ് പ്രേമികൾ, ഒരു വില്ലേജസ് ക്രിക്കറ്റേഴ്സ് കളിച്ചുകൊണ്ടിരിക്കും 2 ടീമുകളായിട്ട്. ഒന്ന് ബ്ലൂ സ്റ്റാറും 2 ആൽഫ എന്ന് പറയുന്ന ടീമുമാണ്. അങ്ങനെ ആ കളിയിൽ ബ്ലൂ സ്റ്റാർ ജയിക്കാറായി വന്നപ്പോൾ ആൽഫയിലുള്ള കുറച്ച് പേര് പൊളിറ്റിക്കൽ പരമായിട്ട് മുന്നോട്ട് വരികയും പിന്നെ അതിൽ അടിയിൽ കലാശിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ബ്ലൂ സ്റ്റാറിലുള്ള ക്യാപ്റ്റനായി ഇമ്മാനുവൽ നല്ലൊരു പ്ലെയറായിരുന്നു. അയാളുടെ കാലങ്ങ് മുറിക്കുകയാണ്. പിന്നെ അങ്ങോട്ട് ഒരുപാട് വർഷമായിട്ട് നിയമപരമായിട്ട് ക്രിക്കറ്റ് കളിക്കാൻ പാടില്ലെന്ന് പറയുകയാണ്. അങ്ങനെ വരും തലമുറ വന്നപ്പോൾ 2 ടീമുകളായിട്ട് വീണ്ടും പിരിയുകയാണ്, ബ്ലൂ സ്റ്റാറും ആൽഫയായിട്ടും. അങ്ങനെ ബ്ലൂ സ്റ്റാറിലെ ക്യാപ്റ്റനായിട്ട് നമ്മളെ അശോക് സെൽവരാജ്, രഞ്ജിത്ത് എന്ന് പറയുന്ന ക്യാരക്ടർ അവതരിപ്പിക്കുന്നു. മറ്റ് ആൽഫയിലെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് നമ്മുടെ ശന്തനുവാണ്. ആ ശന്തനു എന്ന് പറയുന്ന ക്യാരക്ടർ രാജേഷ് എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു ബോണ്ട്, കിട്ടില്ല സംഭവങ്ങളാണ് ഇവർ തമ്മിലുള്ള ഈ 2 ക്യാരക്ടേഴ്സും. അവരുടെ ദേഷ്യമായാലും അവരെ ഇമോഷണൽസ് ആയാലും അവരെ സന്തോഷമായാലും അതിൽ ഒരു ഫീലിങ്സ് ഉണ്ട്. കാരണം വെച്ചാൽ റിയലിസ്റ്റിക് പോലെ ഈ 2 ക്യാരക്ടേഴ്സ് 2 പാരലൽ ലൈൻസ് ആയിട്ടാണ് പോയിരിക്കുന്നത്. 2 പെർഫോമൻസ് ഒരു പെർഫോമൻസ് തന്നെ പറഞ്ഞിട്ടിരിക്കുന്നു. കാരണം അങ്ങനെ ഇവർ തമ്മിലൊരു ക്രിക്കറ്റ് മാച്ച് കളിക്കുകയും ബ്ലൂ സ്റ്റാറിനെ തോൽപ്പിക്കാൻ വേണ്ടി ഈ ആൽഫ ടീം വേറൊരു ടീമിനെ ഇറക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ നമ്മുടെ ബ്ലൂ സ്റ്റാർ ടീം തോക്കുകയും പിന്നെ ഇവരായിട്ട് പ്രൊഫഷണൽ ക്രിക്കറ്റേഴ്സും വില്ലേജ് ക്രിക്കറ്റേഴ്സുമായി കളിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ നമ്മളെ പ്രൊഫഷണൽ യൂണിറ്റി, അവരൊരു യൂണിറ്റി, ഇത്രയും നാൾ പിരിഞ്ഞിരുന്ന ബ്ലൂ സ്റ്റാറും ആൽഫയും ഒന്നിച്ച് വേറൊരു ടീമിനെ നേരിടാൻ പോകുന്ന കഥയാണ് സിനിമയിലൂടെ മെയിനായിട്ട് ചർച്ച ചെയ്ത് പോകുന്നത്. നല്ലൊരു യൂണിറ്റാണ്. കാരണം വെച്ചാൽ ഈ പിണങ്ങിയിരുന്നവർ പെട്ടെന്നെല്ലാം ഒന്നിക്കുകയും, കേൾക്കുമ്പോൾ ഒരു പഴഞ്ഞ കഥയായിട്ട് തോന്നുമെങ്കിലും പക്ഷേ ഇതിൽ റിയലിസ്റ്റിക് എഴുതിയ ആൾ ഒരു ഓഡിയൻസ് എന്ന നിലയിൽ ഒരു ഓഡിയൻസിൻ്റെ നെഞ്ചിൽ ആഴത്തിലോട്ടാണ് കയറി ചിന്തിരിക്കുന്നത്. അത്രയ്ക്കുള്ള എഴുത്തായിരുന്നു. കാരണം വെച്ചാൽ ഈ 2 ക്യാരക്ടേഴ്സും അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇതിലെ നടി ആനന്ദി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ അഭിനയിച്ചിരിക്കുന്നത് നല്ല നടിയാണ്. കിടിലമാണ്, വെറുപ്പിക്കലൊന്നുമില്ല. നല്ലതായിട്ടുള്ള പെർഫെക്റ്റ് സ്ക്രീൻ പ്ലേ ആണ് അവർക്ക് കൊടുത്തിട്ടുള്ളത്. ഗംഭീര സിനിമ. നിങ്ങളുടെ ക്രിക്കറ്റ് പ്രേമിയാണെങ്കിൽ തീർച്ചയായിട്ടും കണ്ടിരിക്കാൻ പറ്റിയ സിനിമയാണ് ബ്ലൂ സ്റ്റാർ എന്ന ചിത്രം. അശോക് സെൽവരാജ് ഒരു രക്ഷയില്ല. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.